ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് മറക്കാൻ വേണ്ടിട്ടാണ് ചീറ്റ് പോകുന്നത്. എനിക്കെന്തോ ഒരു വയ്യാത്ത ക്ഷീണം പോലാണ്, തണുപ്പെടുക്കുന്നത് കുളിർ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൂ നോസ് ദം ബെറ്ററിന്റെ സെക്കൻഡ് പാർട്ട്. ഇവര് ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങൾ ഉത്തരം പറഞ്ഞ് ജയിക്കുന്നു. അതെ തോൽക്കുന്നു. രണ്ടുപേർക്കും ജയിക്കാൻ പറ്റത്തില്ല, ഒരാൾക്കാണ് ജയിക്കാൻ പറ്റില്ല. ഒരു ടീമല്ല, നിങ്ങൾ ആനി അഷ്നല്ല, ആനി അങ്ങനെയല്ല, ആനി അഷ്നല്ല, ആനി അഷ്ന. സപ്പോർട്ടൊന്നുമില്ല ഈ വീഡിയോയിൽ. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ തീരുമാനിച്ചാണ്. ഓപ്പോസിറ്റ് ടീമിൽ കളിക്കുന്ന പ്ലെയർ നമ്പർ 1, പ്ലെയർ നമ്പർ 2. ഞങ്ങൾക്ക് ഇവിടെ റൂൾസ് ഉണ്ട്. മണ്ടൊക്കെ ഇവിടെ വിഷയമുള്ള കാര്യമില്ല. ഒരേ വൈബുള്ളവർ പറയുന്നുണ്ട്. ഞാൻ സൂപ്പർമാനാ പറഞ്ഞു തട്ടിയിടാൻ. ഒരേ വൈബുള്ളവർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ കുറച്ച് ബേസിക്, കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങളുടെ സെയിം റൂൾസ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് റിലേഷൻഷിപ്പ്. ഒറ്റ ബുദ്ധി ആൻസർ ഒക്കെ വരുന്നുണ്ട്. അതല്ലടാ, അവരെ പേര് വിളിച്ചാ. ഇത് കട്ടാണ്, കട്ട്. ഡിസ്കഷൻ ഒന്നും പറ്റുന്നില്ല. എന്തോന്ന് പറയും ഞങ്ങള്. അനന്ത ചായ് 3 സെക്കൻഡ്. ടിക് ടിക് 1, ടിക് ടിക് 2. അബിൻ അല്ലല്ല, കൊറേ പേര് വരുന്നുണ്ട്. കൊറേ പേരുണ്ട്, ഒരു കൺഫ്യൂഷൻ. അയ്യോ, ഇതൊരു പേര് ബുക്ക് എടുക്കട്ടെ. പെട്ടെന്ന് സമയം നിനക്ക് എത്ര സമയം? ശരി, അടുത്ത് നീ പറ. കുടിച്ച പോലെ എനിക്ക് അറിഞ്ഞോളൂ, എനിക്ക് അറിയാന്നുള്ളതാണേ പറഞ്ഞത്. ഇവന് എനിക്ക് അറിയാന്നുള്ളത് ഫസ്റ്റ് റിലേഷനിലുള്ളത് ചാച്ചന്റെയും. രണ്ടുപേർക്കും എന്റെ കാര്യത്തിൽ തെറ്റ്. രണ്ടുപേർക്കും എന്റെ കാര്യത്തിൽ ശരി. നിന്റെ കാര്യത്തിൽ എന്റെ കാര്യത്തിൽ ഒരാൾക്ക് ശരി. ആർക്കാണ് ശരി? അശ്നക്കുട്ടിക്ക് ശരി. രണ്ടുപേരും ഒരു ആൻസർ അല്ലേ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ സെയിം റൂൾസ് അല്ല. ഞങ്ങളുടെ എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആയി തന്നെ 1 മാർക്ക് കിട്ടും. മനസ്സിലായല്ലേ? നിനക്ക് എല്ലാവർക്കും അങ്ങനെയല്ല. ഇപ്പൊ രണ്ടുപേരും 0-0. നിങ്ങൾ ജീവിതത്തിൽ 0 ആവാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതില് 0 ആയി. ചേട്ടന്മാര് 0 ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ. ഇവർക്ക് ഞങ്ങൾ അടുത്തെത്താൻ പറ്റും, നമുക്ക് നോക്കാം. അടുത്ത പോലെ എത്തത്തില്ല. അപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ 3 പേരിന്റെയും പാൻ സൈസ്. ചിത്രം 34 വയസ്സാ പറയുന്നത്. 34 അടുത്ത ഉത്തരം 32, അബിൻ 30, അന്തസാന് 30. എന്റെ തെറ്റ്. എന്റെ തെറ്റ്. നീ എന്റെ പാന്റ് പിന്നെ എന്തിനാണ്? എനിക്ക് 32 ഞാൻ കറക്റ്റ് അല്ലേ പറഞ്ഞു? എല്ലാരും ശരിയാ. രണ്ടുപേരും പറഞ്ഞ തെറ്റ്. അന്തസാൻ എത്ര? 32. നിനക്ക് എത്ര? 32. ഞാൻ 32. ഷർട്ട് സൈസ് എനിക്ക് അറിയാം. ശരി, ഷഡ്ഡിയുടെ സൈസ് പറ. ഷഡ്ഡിയുടെ സൈസ് 28. ഷഡ്ഡിയുടെ സൈസ് 30. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇടോ രണ്ടുപേരും
72 പറഞ്ഞില്ല, എത്തിപ്പോലെ അരമണിക്കൂർ. ഒരു മുടി തലനാര് ഇഴ വരെ അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെയൊക്കെ സൈസ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതും തെറ്റേ. ഇപ്പൊ എല്ലാരും 0-0 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ആനയ്ക്ക് അശ്വയ്ക്ക് ഞങ്ങളെ പറ്റി ഒരു മണ്ണാകട്ടയും അറിയത്തില്ല. ഷഡ്ഡിയുടെ സൈസ് ആണോ? പിന്നെ നിന്റെ മുടിയുടെ സൈസ് ഞങ്ങൾ പറഞ്ഞില്ലേ ഈ സൈസ് ആ സൈസ് ആണ്. ടെമ്പറേറ്റ് ജിത്തുജൻ ദേഷ്യം ദുൽഖർ കലിയിലുള്ള അത് നല്ല പണ്ടായിരുന്നു. ഓൾറെഡി അടഞ്ഞു. ഞങ്ങളുടെ 3 പേരുടെയും ബോഡിയിൽ ഒരു വെട്ടുണ്ട്. അത് എവിടെയാണെന്ന് പറ. അശ്ന ജിത്തോച്ചാൻ നെറ്റിയില്, അടുത്തത് അന്തച്ചാൻ നെഞ്ചിലാണെന്ന്. ആ നെഞ്ച് പറയില്ല. അന്തച്ചാൻ ആൻസർ നെഞ്ചില്. അടുത്ത അബിന്റെ ആൻസർ നെറ്റി. എവിടെയാ നെറ്റിന്റെ വീട്ടിൽ? അടുത്ത ആനി പറ. എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഒരു ഉത്തരം പറഞ്ഞാൽ 3 പേർക്ക് കറക്റ്റ് ആവുമായിരുന്നു. എല്ലാവർക്കും ഞാനിതിപ്പോ എങ്ങനെ പറയും? 3 പേർക്ക് നെഞ്ചില്. ഫുൾ ടൈം അശ്ന എന്റെ ഇത് പറഞ്ഞാൽ ശരിയായിരുന്നു. അശ്നക്ക് ഒരു എവിടെ ഇതായിരിക്കും എന്നുള്ളൊരു സൂചന. ആരൊക്കെ ഇവന്മാർ എന്നെയോ ഇവന്മാർ എവിടെയോ പോട്ട്. അങ്ങനത്തെ എന്റെ അച്ചാച്ചനെ പറ്റി ചോദിക്കും, ഞാൻ പറയാം. വെട്ടുണ്ട് നെഞ്ചില്. അത് ഉലകത്തൊക്കെ അറിയാം. അതെങ്ങനെയാ വെട്ട് പുഷ് ചെയ്തു. പുഷ് ചെയ്ത് വന്ന് വീട് വെട്ട്. നിങ്ങളെ അറിഞ്ഞതാണ് പറഞ്ഞത്. ഇല്ല, അറിഞ്ഞൂടാ. കാര്യം അറിയാവോ? എനിക്ക് വെട്ടേ ഇല്ല. ഒരു വെട്ടേ ഉണ്ട്. ബാക്കിൽ അറഞ്ച മുറിച്ചൊരു വെട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും 0 3 ദിവസം ഞങ്ങളെ നിങ്ങളുടെ അടുത്ത് ഇച്ചിരി ഈസി ഗോയിങ് ആയതാണ്. മുടി ഈസി ഗോയിങ്. അടുത്ത ദിവസം വെച്ചു. ഞങ്ങളുടെ ഫോൺ നമ്പറിന്റെ 5ാമത്തെ ഡിജിറ്റ് പറ. ഞങ്ങളുടെ 3 പേരുടെയും ഫോൺ നമ്പറിന്റെ എന്റെ ഫോണിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഡിജിറ്റ് ആണ് പറഞ്ഞത്. അതുപോലെ ഇനി ഞങ്ങളുടെ 3 പേരുടെ കൂടെ പറയാം. ഞാന് അജിത്തച്ചാന് 1 2 3 എല്ലാം തെറ്റ്. എനക്കഞ്ച്. സത്യം ചോദിക്കട്ടെ, ഇത് എന്നെ ഞങ്ങളുടെ ആനി ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ തേടുന്നു. ഞങ്ങളുടെ അനിയത്തിമാരായിട്ട് പുതിയ ഫോം ഇവിടെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ഈ ജിത്തോ ചാച്ചൻ, ഈ അബിൻ. അപ്പോഴും ഞങ്ങളുടെ ജിത്തോ ചാച്ചൻ ഞങ്ങളുടെ അബിൻ ഒന്നും പറയത്തില്ല. അവിടെയാണ് എടുക്കണോ? സാധനം എടുക്കണോ? ഓക്കെ. ഇനി ഒരു ആക്ഷൻ സോങ് ആണ്. ഓക്കെ, പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇവർക്ക് ഇത് അനുഭവിക്കുന്ന ഞങ്ങളുടെ ജിത്തുചന്റെ അഞ്ചുചന്റെ അബിന്റെ ഒരു സ്നേഹ സമ്മാനമായിട്ട് നിങ്ങൾ ഇത് കരുതണം. ഓക്കെ, 3 ഒരാൾ പറയരുത്. ഇല്ല, അടിക്കത്തൊന്നുമില്ല. ശരി. ആനിക്ക് 1 മാർക്ക്. ആനിക്ക് ഒരു പോയിന്റ് കൊടുക്കാം നമുക്ക്. കണ്ണടക്കാൻ ആരെന്ന് കണ്ടുപിടിക്കണം. ഞങ്ങളുടെ 3 പേരിൽ ഒരാൾ നിങ്ങളുടെ മണ്ടയിൽ നല്ല ഞങ്ങൾ ഇവർക്ക് കൊടുത്തതോ ചക്കര ഉമ്മ, ഞങ്ങളുടെ കൈകൾ മൃദുലമായ കൈകൾ മണ്ടയിൽ സഹോദരങ്ങൾ പറയുമ്പോൾ ഉമ്മ തരത്തില്ല, മണ്ടയിൽ കൊട്ട്. ഓക്കെ, റെഡി. ആദ്യം ആർക്ക് മുട്ടി കഴിയാൻ തിരിച്ച് മണ്ടയിലോട്ട്. ആര് കൈ വെക്കണം അപ്പൊ തന്നെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. എനിക്ക് കൊട്ടു തന്നത് ജിത്തോച്ചാൻ. ശരി ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാണ്? എന്റെ ഈ സൈഡ് നല്ല ബലമാട്ടുണ്ട്. നീ നല്ല കൊണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച അടുത്തിരിക്കുന്നോണ്ട് പവറിൽ അടിച്ചാണ്. എനിക്ക് വേദന. അടുത്ത് ഞങ്ങൾ വേറെ ഒരു റൗണ്ട് കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചു കേൾക്കൂ. അടുത്ത ചോദ്യം. മച്ചു നോക്കിയ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ഫോൺ ഏതായിരുന്നു? അന്തച്ചാന്റെ ഒരു ആൻഡ്രോയിഡ് ഫോൺ. ഓപ്പോ. അബിൻ ഐഫോൺ
12 എന്നീനെ തോന്നുന്നു. ശരി അടുത്ത എന്റെ പറ. ജിത്തച്ചാൻ സ്വന്തമായിട്ടുള്ളതല്ലേ? ഇല്ല, അന്യന്റെ മുതൽ. അല്ല, അമ്മയുടെ ഉപയോഗിച്ചതൊന്നും പറയില്ല. അമ്മ ഉപയോഗിച്ച് എന്റെ കയ്യിൽ തന്ന ഫോണാവാം. ഞാൻ പേഴ്സണൽ ഫോൺ ലെനോവോ, ഒരു വൈറ്റ് കളർ. താനി പറ. ഇന്നത്തോടുകൂടി ആനി അടിച്ചു പിരിയും. സാംസങ് അല്ല അവന്റെ ഫോൺ. പെട്ടെന്ന് ഫാസ്റ്റ്. എന്റെ അവർ രണ്ടുപേരും പറഞ്ഞ ശരിയല്ല. ലെനോവോയുടെ വൈറ്റ് ഫോൺ. എനിക്ക് ആനി പറഞ്ഞ കറക്റ്റാണ്, റിയൽമി. ഈ രണ്ടുപേരും പറഞ്ഞ തെറ്റാണ്. അയ്യോ, എന്റെ ഫസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞ സീക്കോ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാല്ലേ, ഒരു ടച്ച് സാധനം അറിയാലോ. അത് ഒരു 7000 പ്രാവശ്യം തറയിൽ വീണാലും മല പോലെ നിൽക്കുന്ന ഒരു ഫോണായിരുന്നു. 10 ഇപ്പോഴും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ കണ്ണട. ഇനി അടി വാങ്ങാൻ വയ്യ. ഇനി അടിയല്ല, ഇനി ഒരു ചക്കര ഉമ്മ. ഉപ്പലല്ല, മൂക്കട്ട. പറ്റി അറിയാനുള്ള സന്ദർഭം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആണെന്ന് വെച്ചാൽ ഫോണിന്റെ വാൾപേപ്പർ കണ്ടാ, അതാണ് സ്നേഹം. കണ്ടാ പക്ഷെ ജിത്തു ഞാൻ കാണിച്ചു കൊടുക്കല്ലേ. എന്റെ ഫോൺ ശരിയാവില്ല. കാരണം അടക്കി മുത്തുമണികളെ പിടപ്പുണ്ട്. ഞങ്ങളുടെ 3 പേരുടെയും ഒരു സംഭവമാണ് അത്. അത് ആരുടെയൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ആ മുടി കാണിച്ചെന്നില്ലേ, അതിന് പകരം ഞങ്ങളുടെ ഒരു 1 2 3 സ്റ്റാർട്ട്. ഇതാരുടെ രക്തം? ഇത് യാരുടെ രക്തം? ഇത് ഏത് ദത്തൻ? ആനി കൈപൊക്കി ഫസ്റ്റ്. ആനി പറയൂ. ജിത്തു, അനന്തു, അബിൻ. ഞാൻ പറയട്ടാ, അബിൻ, അനന്തു, ജിത്തു. എല്ലാം തെറ്റുകാർ. എല്ലാം തെറ്റിക്കൊണ്ട് ശുഭദിനമായിട്ട് ആ വലിയ കൈയാണ് അബിന്റേത്. അബിൻ എടി, നിങ്ങൾ ഞങ്ങളുടെ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇതിന് ആൻസർ പോട്ട്. ഇത് മണ്ടന്മാരാ, ചേട്ടനെ മണ്ടന്മാരെന്ന് വിളിക്കണടി. ഇതാണ് രക്തബന്ധം. വില കൊടുക്കാത്ത നിങ്ങൾ സമ്മതിക്കില്ല. ആനിക്ക് 0 പോയിന്റ് കിട്ടിയുള്ള ആനിയുടെ ഒരു ഇതാണ്. 6-7 ചോദ്യമായി, 1 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. ശരി, ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കാൻ പറ്റില്ല. ശരി, ബ്ലഡ് ഗ്രൂപ്പ്. ഓപ്പോസിറ്റീവ് BA നെഗറ്റീവ്. പെട്ടെന്ന് പറ, എന്തോന്ന്? AB പോസിറ്റീവ്. അടുത്ത ആനി പറ. ഓപ്പോസിറ്റീവ് ബി പോസിറ്റീവ്. നിന്റെ എന്തോന്ന്? ഓപ്പോസിറ്റീവ്. നിന്റെ എന്തോന്ന്? ഓപ്പോസിറ്റീവ്. എന്തോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ് കുഴപ്പമെന്ന് പറഞ്ഞ ഈ 2 എണ്ണം രക്തത്തിനെ പുച്ഛിച്ചത് പോട്ട്. രക്തബന്ധത്തിനെ പുച്ഛിച്ചത് പോട്ട്. രണ്ടെണ്ണം പറഞ്ഞത് ഈ ABനെറ്റ് എന്നൊക്കെ എവിടെ നിന്ന്? AB പോസിറ്റീവ് എന്നാണ് പറഞ്ഞത്. ഇവരെ കേട്ടിട്ട് AB പോസിറ്റീവ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് തന്നെ വലിയ കാര്യമാവുന്നു. നിങ്ങൾ ഇത്രയും പറയുന്നതുകൊണ്ട് ഞങ്ങൾ ചീപ്പ് ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ലെവലിലുള്ള ചോദ്യം ചോദിക്കും. എന്നാൽ ഈസിയാണ്, സിമ്പിൾ. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരി ഈ ചോദ്യം വരും. ഞങ്ങളുടെ ഫേവറേറ്റ് കാർ പറ. ഇതും പറഞ്ഞില്ലേ നിർത്തി പോകാൻ കാട്ടല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രീം കാർ ഞങ്ങൾ എല്ലാ എപ്പോഴെങ്കിലും സംഭവം ഇല്ല. അപ്പൊ നിങ്ങൾ വീഡിയോ ഞാൻ പറയാം. അശ്ന പറഞ്ഞല്ല അടിവില്ല. അറിയാമുള്ള 3 കാര്യം അറിയാന്നുള്ളതാണ്. ഞാൻ ഷിഫ്റ്റ് അംബാസിഡർ. നിങ്ങൾ പറ. സൂപ്പർ MK4 BMW M5 കോമ്പറ്റീഷൻ. G-Wagon ഞാൻ നിങ്ങൾ പറയാം. ഞാൻ എന്റെ പറയുന്നത് പ്രതീക്ഷിച്ചു. ബെൻസ് എന്ന് പറഞ്ഞിരുന്ന ഒരു 1.5 മാർക്ക് കൊടുക്കായിരുന്നു. നീ ഒന്നും പറഞ്ഞില്ല. എന്റെ മനസ്സിന് തോന്നി നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. നിങ്ങളെ പറഞ്ഞില്ലെങ്കിൽ മണ്ടയിൽ എക്സ്ട്രാ 2 കൊട്ടി തരും. ഓക്കെ, റെഡി? ചോദിക്ക്. ഞങ്ങളുടെ എല്ലാവരുടെയും സെലിബ്രിറ്റി ക്രഷ്. സാനിയ അയ്യപ്പൻ. അങ്കിൾ എന്റെ സാനിയപ്പൻ ഉലകത്തിന് അത് വേണമെങ്കിൽ ഒരുമിച്ച് പോകാൻ. ശൗന്തലയോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സണ്ണി ലിയോണാ. അയ്യപ്പൻ, എക്സ്ട്രാ പോയിന്റ്സ്. സെലീന തോമസ്.
അടുത്ത അബിന്റെ അബിന്റേത് ഞാൻ ക്ലൂ ചേട്ടാ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. കൈലി ജെന്നർ. ശരി, നിനക്കാര്? സെലീന ഗോമസ്. ശരി, അടുത്ത ചോദ്യം. ഞങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഏത്? പെർഫ്യൂമേ യൂസ് ചെയ്യില്ല, വരുമ്പോ നമ്മൾ ഓടാ. ഞങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഒക്കെ എടുത്തെടുത്ത് അടിക്കും. അത് പറയാ, അതൊന്നും വെച്ചാ പറഞ്ഞോ. അശ്ന ജിത്തോച്ചാ ലാ പെർഫ്യൂം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ട് മറന്നുപോയി. സാറയുടെ ഫസ്റ്റ് കോപ്പി ലാറയാണോ? സാറൊക്കെ ഡൂപ്പടാ, ലാറുണ്ട് ഒറിജിനൽ സാധനം. എനിക്ക് അറിഞ്ഞൂടാ സ്മെല്ല്. ഞാനും പാസ്. ഇടി നീ അടിക്കുന്ന സാധനം അല്ലേ ഞാനേ അടിക്കുന്നത്. അതെങ്കിലും പറയടി. വാട്ടറുകളിൽ ഞാൻ അടിച്ചോണ്ട് നടക്കണം എത്ര ദിവസം. അതല്ലേ കുപ്പി തീരുന്നു. അത് പറയടി. അനന്തച്ചാ ഐശേച്ചി അടിക്കണത് ഇല്ല, ഇനി കഴിഞ്ഞു. രണ്ടുപേരും ഫ്ലോപ്പായി. ഞങ്ങള് 3 പേർക്കും 3 സ്പെക്സ് ഉണ്ട് ഇല്ലേ? ആ 3 സ്പെക്സ് ഏത് ബ്രാൻഡ്? അശ്ന ലെൻസ് കട്ട്. ഏത് കമ്പനിയിൽ നിന്ന് എടുത്തതല്ലേ? കടയിൽ നിന്ന് വാങ്ങിച്ചെന്നല്ലേ ചോദിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എനിക്കറിയാം. ഇവരെ 3 പേര് അവിടെ തന്നെ പോയി കിടന്ന് വാങ്ങിച്ചു. പറയടി, എന്നെ കണ്ണാടി നമ്മൾ രണ്ടുപേരും മൂന്നിൽ വാങ്ങാൻ പോയേ. അത് ബ്രാൻഡ് ആയിരുന്നു. ഞങ്ങളെ നോക്കണം, അവനെ നോക്കണം. ഞങ്ങളുടെ 3 പേരെ പേരെങ്കിലും അറിയാമോ? അശ്വിൻ ബെർണാഡ്, അബിൻ ആന്റണി, ബസാലേൽ ബെൻ. BSF അവിടെ പോയി, അതും പോയി, മാർക്ക് പറഞ്ഞു. ഇവരെയാണ് ഞങ്ങൾ റോൾ മോഡൽ ആക്കുന്നത്. അല്ലെങ്കിൽ ഇവരെ പോലെയൊക്കെ ആയാൽ കൊള്ളാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ലാസ്റ്റ് ചോദ്യമാണ്. ഇത് കഴിഞ്ഞാൽ ക്യാരക്ടർ ആണ് ഉദ്ദേശിക്കുന്നത്, പ്രൊഫഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അയാളെ പോലെ ആയാൽ കൊള്ളായിരുന്നു എന്ന് നമുക്ക് അംബാനിയാണോ? അംബാനി, ബിൽ ഗേറ്റ്സ്. ഉത്തരം സീരിയസ് ആയിട്ട് ചോദിച്ചാൽ സീരിയസ് ആയിട്ട് ആൻസർ. എല്ലാവരും അച്ഛന്മാര് തന്നെ എന്റെ ആൻസർ. എനിക്ക് വേറെ നടന്നു. എന്റെ കാര്യത്തിൽ ശരിയല്ല. എന്റെ കാര്യത്തിൽ ശരി തന്നെ. നിന്റെ കാര്യത്തില് ചോദിച്ചേട്ടെ. എന്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്താൽ പറയും, ഡിജൻ ചേട്ടൻ മോളെ നീ പോയിക്കോ, ഡിജൻ ചേട്ടൻ ചേട്ടൻ നീ ചെയ്തോ. അപ്പൊ ഡിജനാണ് സ്കെച്ച്. എവിടെന്നെങ്കിലും ഡിജൻ ചേട്ടൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പറയണേടി പ്ലീസ് അടി. അനിമോളെ അറിയാമെങ്കിൽ പറയാം. ഞങ്ങളുടെ 3 പേരുടെ ലൈഫിൽ ഏറ്റവും വിഷമിച്ചിട്ടുള്ള കാര്യം എന്തായിരുന്നു? നിനക്കല്ലേ ഞങ്ങളുടെ. എനിക്ക് അറിഞ്ഞൂടാ. ഇവര് ചില പെണ്ണുങ്ങളുടെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവര് റിജക്ട് ചെയ്ത സമയം. റിജക്ഷൻ ആണെന്ന് പറ. എന്റെ ആൻസർ ഉണ്ട്. എന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എനിക്ക് ഒറ്റയ്ക്ക് പോയപ്പോ ആക്സിഡന്റ് ആയി, കാർ ആക്സിഡന്റ് ആയി ലൈഫിൽ. കയ്യിലിരിപ്പുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ലൈൻ ബ്രേക്കപ്പ് ആയപ്പോ യുക്രൈനിൽ പോയപ്പോ അതെനിക്ക് തോന്നി. യുക്രൈനിൽ പോയപ്പോ ഞാൻ ആദ്യമായിട്ടാണ്. ഗൈസ്, ഞങ്ങൾക്ക് ഇവരെ പറ്റി ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവർക്ക് സ്നേഹങ്ങൾ കൈമാറാറുണ്ട്. അതാണ് അത് അവരെടുത്ത് കഴിഞ്ഞ് ഇനി നീ എടുക്കണം. ഇതിപ്പോ ഭാവം ഉണ്ടെന്നാണ്. ഭാവിയോട് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. എനിക്ക് ഇവരെ പറ്റി ഒരു തേങ്ങ അറിയില്ല. എനിക്കോ പിന്നെ 1 0 0. ഇതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. 3 പോയിന്റ് എടുത്തേ. ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് ഇതിന്റെ ആൻസർ അറിയായിരിക്കും. സത്യം പറയാണല്ലോ, ഡിസപ്പോയിന്റഡ്. ഇനിയും തൊട്ട് ഞങ്ങൾ ഇവരെ പറ്റി പഠിക്കുന്നതായിരിക്കും. ലക്ഷ്മി, ഇവരെവിടെ പോയാലും നമ്മൾ കൂടെ പോകുന്നു. അതെ, എന്ത് സീക്രട്ട് ഉണ്ടെങ്കിലും കാതുത്ത് കേൾക്കുന്നു. ഞങ്ങൾക്ക് അറിയാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഇവരിൽ ഇല്ലേ? നിങ്ങൾ ഏത് വർഷം ജനിച്ച്? 2002, 2004, 1997. 1997. ഞാൻ 2004, 1999. 97 ഞാൻ ഡാൻസ് കൺഫ്യൂസ് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ പലഹാരം മുട്ട ബജ്ജി അല്ലെങ്കിൽ മുട്ടയിൽ ആരുടെ മുളക് ചേർത്തത്. പഴംപൊരി എല്ലാവർക്കും. പഴംപൊരി. മുട്ടന് ഉള്ളിവട. അനിയത്തിമാരായിട്ട് വന്നാ മതി. ഗൈസ്, ഇവര് ഞങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് തന്നുകൊണ്ടാണ് ഞങ്ങൾ അവരെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് അറിഞ്ഞൂടാ. പകുതിയെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ബിരിയാണി. എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഫ്രൈഡ് റൈസ്.